ഇന്ന് ഞാൻ പച്ചക്കറി മാത്രം ഉപയോഗിച്ചിട്ട് ഓലൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന് തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല, വൻപയറും ചേർക്കുന്നില്ല. അതിനു വേണ്ടി ഞാൻ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, 2 മണ്ണങ്കായ. ഈ കായ ഇല്ലെങ്കിൽ ഏത്തക്കായ ചേർത്താലും മതി. ഒരു 6 അച്ചിങ്ങപ്പയർ, ഒരു 6 പച്ചമുളക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക, എരിവിനനുസരിച്ചിട്ട്. 2 ഉരുളക്കിഴങ്ങ്, ഒരു പിടി കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉപ്പും. ഇത്രയും സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു ഓലൻ ഉണ്ടാക്കാം. കുമ്പളങ്ങ എങ്ങനെ മുറിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. കുറച്ച് നീളത്തിലാണ് മുറിക്കേണ്ടത്, അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുമ്പളങ്ങ എടുത്തിട്ട് അതിൻ്റെ അകത്തതും പുറത്തെ തോലും കൂടി കളയണം. അതിന് ശേഷം എല്ലാം ഇതുപോലെ മുറിക്കണം, ഇങ്ങനെ നേരിയിട്ട്. കുമ്പളങ്ങയെല്ലാം ഇതുപോലെ നേരി മുറിക്കണം. പയറ് ഇത്ര വലിയ നീളത്തിലെ കഷ്ണാക്കിയിട്ടുണ്ടാവും, കുമ്പളങ്ങനെ പോലെ തന്നെ നീളത്തിലെ കഷ്ണാക്കിയിട്ട്. കായെങ്കിൽ കായയുടെ തോല് കളയണം. ഇങ്ങനെ പൊളിച്ചിട്ട് കായയുടെ തോലെല്ലാം കളയണം. കായും ഇങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചണം. ഉരുളക്കിഴങ്ങും ഇതേപോലെ റൗണ്ടായിട്ട് മുറിച്ചിടണം. ഞാൻ ഈ എല്ലാ പച്ചക്കറിയും മുറിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലെ കീറിയിടണം. ഞാൻ പച്ചക്കറിയെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് മാത്രമേ കീറിയിട്ടിട്ടുള്ളൂ, ബാക്കിയുള്ളത് ലാസ്റ്റിൽ. പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ ഇടുള്ളൂ. ഇനി ഞാനതിനൊരു മൂടി വെച്ചിട്ട് അടക്കാം. ഇതിലെ വെള്ളമെല്ലാം ഏകദേശം വെച്ച് നന്നായിട്ട് വെന്തു. ഞാനിതിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള പച്ചമുളക് കൂടി കീറിയിടുന്നുണ്ട്. കറിവേപ്പിലയും ചേർക്കുന്നു.
കുറച്ചുകൂടി അരക്കപ്പല്ല, ഒരു 3/4 കപ്പ് വെള്ളം ചേർക്കാം നമുക്ക്. ഇനി നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. അത് ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കാത്ത ഓലൻ റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇത് നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കി